ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് എല്ലാ മാസവും ഇങ്ങനെ റോൾ ചെയ്ത് കളിക്കുന്നുണ്ടെങ്കിൽ, അതായത് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് റൺ പേയ്മെന്റ് ത്രൂ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യും, എന്നിട്ട് ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആദ്യം വേറെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലടയ്ക്കും, അതിൽ നിന്ന് ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടും. അങ്ങനെ റോൾ ചെയ്ത് എല്ലാ മാസം എന്ന് വെച്ചാൽ റെഗുലർ ആയിട്ട് എല്ലാ മാസവും, പ്രത്യേകിച്ച് നമ്മുടെ ഒരു 25,000 രൂപയുടെ മുകളിലൊക്കെ നിങ്ങൾ എല്ലാ മാസവും ഇതുപോലെ റോള് ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാൻ മറക്കണ്ട. ആദ്യത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റെഗുലർ ആയിട്ട് നല്ല ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ക്രെഡിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. രണ്ടാമതെന്ന് പറയുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആവാനും ചിലപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് ആവാനും സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ ബ്ലാക്ക് ലിസ്റ്റ്, ഒരു ബാങ്ക് നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ക്രെഡിറ്റ് കാർഡൊന്നും കിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ അത് മിസ്യൂസ് ആയിട്ട് കണക്കാക്കും. എന്ന് വെച്ചാൽ ഈ റൺ പേയ്മെന്റ് തന്നെ ഇപ്പോൾ നോർമലി അതിന്റെ പെരുമ തന്നെ ഉണ്ടല്ലോ, റൺ പേയ്മെന്റ്, റെന്റ് അടയ്ക്കാനുള്ള സംഭവമാണ് ക്രെഡിറ്റ് കാർഡ് ത്രൂ റെന്റ് അടയ്ക്കാനുള്ളത്. അത് പക്ഷേ ആൾക്കാർ കുറെ മിസ്യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ തന്നെ കുറെ ലിമിറ്റേഷൻസും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഇപ്പോൾ 1 കാർഡിലേക്ക് 25% ടോട്ടൽ ലിമിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പുതിയ കാർഡുകളിൽ ഇപ്പോൾ 1 കാർഡ് അതായത് റൺ പേയ്മെന്റ് ഒന്നും എനേബിൾ ആയിരിക്കില്ല. അങ്ങനെ കുറെ റൂൾസ് ഇപ്പോൾ RBI കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസെന്റ് നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടത് റൺ പേയ്മെന്റ് ഫുള്ളി നിർത്താനുള്ള പരിപാടിയിലാണ് ആക്ച്വലി RBI എന്ന് പറയുന്നത്. വെച്ചാൽ അത് അത്രയധികം മിസ്യൂസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ 2024 നമ്മുടെ ഒരു ജൂൺ ജൂലൈ തൊട്ട് തന്നെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതിന്റെ അപ്രൂവൽ റേറ്റ് ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട് ബാങ്കുകൾ. അത്യാവശ്യം നല്ല പ്രൊഫൈലും സിവിൽ സ്കോറും എല്ലാം കൂടി ചെക്ക് ചെയ്താൽ അവർ കൊടുക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ അത്രയധികം ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ് ഇപ്പം ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എലിജിബിൾ അല്ലാത്ത ആൾക്കാർക്ക് പോലും ക്രെഡിറ്റ് കാർഡ് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞിട്ട് അവർ ഇതുപോലെ എമൗണ്ട് ഫുള്ള് ബാങ്കിലേക്ക് യൂസ് ചെയ്തിട്ട് അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാണ്ട് ഫുൾ ഡെപ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ് ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് RBI. അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇൻകം ടാക്സ് നോട്ടീസ് വന്നാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ ഒന്നാമത് ഇൻകം ടാക്സ് നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാമത് ബെറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ ITR ഫയൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് ഫയൽ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ഇൻകത്തിൽ ഡിഫറൻസ് കാണിക്കാൻ ചിലപ്പോൾ പിന്നെ അവർ സോഴ്സ് കാണിക്കാനൊക്കെ പറയും. അല്ലാത്തവരാണെങ്കിൽ പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ഫൈനും കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരാനും ഭയങ്കര കൂടുതലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ക്യാഷ് ബാക്ക് കിട്ടുന്ന അടക്കം നമുക്ക് അതുമ്പോൾ ഇൻകം ടാക്സ് വരുന്നുണ്ട്. ഒരു ലിമിറ്റ് 50,000 ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഈ റൺ പേയ്മെന്റ് എടുക്കുന്നവർ സൂക്ഷിക്കാൻ മറക്കണ്ട. അത് ശരിക്കൊരു ഡേഞ്ചർ പരിപാടിയാണ്. നമ്മൾ ഒരു മാസത്തിൽ നോർമലി റൺ പേയ്മെന്റ് ചെയ്യുന്ന പോലെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു ഹൈ ഇപ്പോൾ ഒരു 25,000 30,000 ഒക്കെ ചിലപ്പോൾ റൺ പേയ്മെന്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതും പെർ മന്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനെ റോൾ ചെയ്ത് അതായത് 25,000 ഒരു കാർഡിൽ നിന്ന് എടുക്കും, ബാങ്ക് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യും. ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വേറെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലടയ്ക്കും. ആ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ആദ്യം ഒരു 25,000 പിന്നെ എടുക്കും. പിന്നെ ഇതിങ്ങനെ റോൾ ചെയ്ത് ഒരു മാസത്തിൽ തന്നെ മൾട്ടിപ്പിൾ ടൈംസ്, അതുപോലെ തന്നെ എല്ലാ മാസം ഇതുപോലെ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് പണി വരുന്നത്. എന്നുവെച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റുഡൻസിനൊക്കെ ഇപ്പോൾ ഇൻകം ടാക്സ് നോട്ടീസ് കാണാനൊക്കെ വരുന്നത് മധ്യപ്രദേശിൽ ഇപ്പോൾ റീസെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. അപ്പോൾ ഇത് ചിലപ്പോൾ പണി വാങ്ങിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ റൺ പേയ്മെന്റ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ മറക്കണ്ട. പോരാത്തതിന് ക്രെഡിറ്റ് കാർഡും വരെ ക്യാൻസലായി പോകാം, മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് കമ്പനിക്കൊന്ന് ഷെയർ ചെയ്യാൻ, എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കണ്ടു പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് HND.BankSupport നോക്കാത്തവർ പോയി നോക്കി നോക്കുക. നിങ്ങൾക്ക് അതിൽ കൂടെ RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലോണുകളും, പേഴ്സണൽ ലോണുകളും, NBFCകളും, ബാങ്ക് ത്രൂ ലോണുകളും, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഞാൻ ആക്ച്വലി അതിൻ്റെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ആക്ച്വലി അതിൻ്റെ ഒരു എന്താ പറയുക ഫ്രെയിം ചെയ്യാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ റീസെൻ്റ്ലി NISM സർട്ടിഫിക്കേഷൻ നമ്മുടെ SEBIയുടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ Instagram പേജും Telegram ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.